ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ എങ്ങനെ അടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സാധാരണ കുറേ ആൾക്കാരുടെ സംശയമാണ് മോട്ടർ എങ്ങനെ കണക്ഷൻ അടിക്കുന്നുള്ളത്. ഇതുള്ളൊരു മോണോബ്ലോക്ക് ഒരു HP മോട്ടറാണ്. അപ്പോൾ ഇതെങ്ങനെ കണക്ഷൻ അടിക്കുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ കണക്ഷൻ അടിക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ അടിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ കോയിലുകൾ ഇങ്ങനെ വേർതിരിച്ചിട്ട് ഇതിലാകുന്ന സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ ലാസ്റ്റ് വരുന്ന കോയിലിൻ്റെതും ഇത് രണ്ടും കൂടിയാണ് ജോയിൻ്റ് അടിക്കേണ്ടത്. ഇത് രണ്ടും കൂടി ഫസ്റ്റ് ജോയിൻ്റ് അടിച്ചിടുക. സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ ലാസ്റ്റ് വരുന്ന രണ്ട് കോയിൽ തമ്മിലാണ് ഇപ്പോൾ കണക്ഷൻ അടിക്കുന്നത്. ഈ കോയിൽ ഇപ്പോൾ ഇത് രണ്ട് ലാസ്റ്റ് ആയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ റണ്ണിങ് കോയിലിൻ്റെ ലാസ്റ്റ് കോയിലും ഈ ലാസ്റ്റ് കോയിലും നമ്മൾ ജോയിൻ്റ് അടിക്കുന്നത്. ഇത് ലാസ്റ്റ് കോയിൽ ഇത് തമ്മിൽ കണക്ഷൻ അടിക്കുന്നത്. ഇത് കണക്ഷൻ ചെയ്യണമെന്ന് മുമ്പായിട്ട് ഇതിനുള്ള ഇൻസുലേഷൻ ശരിക്കും കളയണം. ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻസുലേഷൻ ഇവിടെയൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇൻസുലേഷൻ ക്ലിയർ ആയിട്ട് കളഞ്ഞിട്ട് വേണം അതാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടുക. ഇത് 4 വയറാണ് പുറത്തേക്ക് വരുന്നത്. 4 ലീഡ് വയർ വരുന്നുണ്ട്. അപ്പോൾ 4 പുറത്തേക്ക് ബ്രാക്കറ്റ് ലീഡ് വയറൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 മീറ്റർ ലീഡ് വയർ മേടിക്കേണ്ടി വരും. അതൊരു മീറ്റർ മേടിച്ചിട്ടുണ്ട്. 1/2 മീറ്റർ വെച്ച് ലീഡ് വയറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. റണ്ണിങ്ങിന് റെഡും സ്റ്റാർട്ടിങ്ങിന് ബ്ലാക്കും കൊടുക്കാം. ഇത് റെഡിന് റണ്ണിങ് കോയിൽ കൊടുക്കണം. അടുത്ത റണ്ണിങ് കോയിൽ കൊടുക്കുന്നുണ്ട്.
സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ ലീഡ് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ അടുത്ത ലീഡ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് 4 ലീഡ് വയർ കൊടുക്കൽ. ഈ കണക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സാധാ മോണോബ്ലോക്കിൻ്റെ കണക്ഷനായി. ഇത് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ചോദിക്കാം. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. ഇതിപ്പോൾ കോയിലിൻ്റെ ലാസ്റ്റ്, റണ്ണിങ് കോയിലിൻ്റെ ലാസ്റ്റ്, ഈ കോയിലിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള വയർ പുറത്തേക്കിട്ടുണ്ട് ലീഡ് വയറായിട്ട്. ഈ കോയിലിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഇട്ടതാണ് ഈ റണ്ണിങ് കോയിലിൻ്റെ ലാസ്റ്റ്. അതേപോലെ സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ ലാസ്റ്റ് വയറും പുറത്തേക്ക് ഞാൻ ലീഡ് വയറായിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടേണ്ട ഇതാണ് വരുന്നത്. കെട്ടുമ്പോൾ റണ്ണിങ് കോയിലും സ്റ്റാർട്ടിംഗ് കോയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതാക്കേണ്ട ആവശ്യമുണ്ട്. ടച്ച് ആകാതിരിക്കാൻ വേണ്ടി ഈ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പർ ഇങ്ങനെ വെക്കുന്നത് ഇതിങ്ങനെ സ്റ്റാർട്ടിംഗ് കോയിലും റണ്ണിംഗ് കോയിലും തിരിക്കാൻ വേണ്ടി വെക്കണം. ഈ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഈ 2 സൈഡിലും വെച്ച് കൊടുക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ കോയിലിൻ്റെ റെഡിയാക്കിയതിന് ശേഷം ഓക്കെ, ഇത് കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റുള്ളത് കിട്ടും. ഇനി ഇത് കെട്ടി ഒതുക്കുകയാണ് വേണ്ടത്. കെട്ടി ഒതുക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഇതുപോലെയുള്ളൊരു കമ്പി എടുക്കുക. കമ്പിമേലാണ് ഈ നൂല് ചുറ്റുന്നത്. നൂല് ചുറ്റിട്ട് ഏകദേശം കെട്ടാനുള്ള നൂല് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കമ്പി നിങ്ങൾ വളച്ചിട്ട് ഇതുപോലെയാണ് വൈൻഡിങ് കെട്ടിയാണ്ട് ഇതാക്കേണ്ടത്. ഇത് ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോ എടുക്കാവുന്നതാണ്. ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ടുള്ള മനസ്സിലാവും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വൈൻഡിങ്ങിൻ്റെ ഇത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കെട്ടി കഴിഞ്ഞുള്ള ഇത്. ഇനി ഇതിൽ വാർണിഷ് ഒഴിക്കണം. വാർണിഷ് ഒഴിച്ചാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാർണിഷ് ശരിക്കും ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞ ശേഷം സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാണാമോ? ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വാർണിഷ് ഒഴിക്കുകയാണ്.
ഇതുപോലെ മറച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഈ സൈഡൊന്ന് ഉണങ്ങിയതിന് ശേഷം മറുപുറം ഇതേമാതിരി ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മോട്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റെഡ് വയർ എടുക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്ലാക്ക് വയർ, സ്റ്റാർട്ടിങ് കോയിലും റണ്ണിങ് കോയിലായിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടി പിരിച്ചു കൊടുക്കുക. ഇനി ഈ രണ്ട് വയർമേൽ ഇതിന്മേൽ ഒന്നുമ്പോൾ കപ്പാസിറ്ററും ബ്ലാക്കിന്മേൽ കപ്പാസിറ്ററിൻ്റെ വയറും കൊടുക്കുക. അതുപോലെ റെഡ് മേലൊരു കപ്പാസിറ്റർ കൊടുക്കുക. ഇതുപോലെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ലൈന് വരുന്നത് കൊടുക്കുന്ന ഫേസ് ഒരു വയർ ഇതിമേലും കൊടുക്കുക, ഒരു വയർ ഇതിമേലും കൊടുക്കുക. അതിങ്ങനെ എങ്ങനെ കൊടുത്ത് വർക്ക് ചെയ്യിക്കണം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മളിതിൽ കണക്ഷൻ കൊടുക്കുന്ന ഏതെന്നൊക്കെ ഒന്ന് കോമൺ മേൽ കൊടുക്കുക, കോമൺ ഒരു വയർ കൊടുക്കുക. അതുപോലെ തന്നെ റണ്ണിങ് കോയിലും കപ്പാസിറ്ററും കൂട്ടി പിരിച്ചതിന് ഒരു വയർ ഇതുപോലെ കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെയാണ്. വർക്കിംഗ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല.